ഞാൻ എങ്ങനെയാണ് ദുബായിലെത്തിയെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇങ്ങനൊരു വീഡിയോ ഇന്നിടാൻ കാരണം ഞാൻ ഇവിടെ എത്തിയിട്ട് ഇന്ന് 2 വർഷമായി. 2023 ഇതുപോലൊരു ശിശുദിനത്തിന്റെ 17 ദിവസം മുമ്പാണ് മലപ്പുറത്ത് നിന്ന് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്ത് തിരിച്ച് കോട്ടയത്തേക്ക് വരുന്നത്. ഈ 4 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ എന്റെ വീട്ടിൽ നിന്നതും ആ 17 ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലത്തെ ആ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയത്. ഇവിടെ വന്നപ്പോൾ പുതിയ രീതി, പുതിയ ആൾക്കാര്, പുതിയ ജോലി, പുതിയ താമസം. ഞാനിങ്ങനെ വീട് മാറി നിന്ന് ശീലമുള്ളത് കൊണ്ട് എനിക്ക് എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ അധികം സമയം വേണ്ടി വന്നില്ല. അന്ന് എന്റെ റൂമിൽ 8 പേരുണ്ടായിരുന്നു. ബെഡ് സ്പേസിലുള്ള പ്രൈവസി ഒരു കട്ടൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അന്ന് ഞാൻ ദുബായിലേക്ക് വന്നപ്പോൾ എന്റെ ചെലവിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നത് 1500 ദറംസ് ആണ്. INR ഒരു 35,000 രൂപ. 900 ദറംസ് ഞാൻ റെന്റ് കൊടുത്തു, ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 300ഉം ബാക്കി ഫുഡിന്. ഈ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പൈസ നമ്മൾ റൂം ചേഞ്ച് ആവുമ്പോൾ അവർ തിരിച്ചു തരും. ഫസ്റ്റ് സാലറി വന്നപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് എന്റെ സാലറിയുടെ 40% പോകുന്നത് ഈ റെന്റിനാണ്. അങ്ങനെ ഞാൻ 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ റൂം ചേഞ്ച് ആയി. നിങ്ങൾ ദുബായിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റേറ്റ് കുറവുള്ള ബെഡ് സ്പേസ് നോക്കിയെടുക്കുക. പിന്നെ നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയി പോകുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ ദുബായ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ സ്പോയിൽ ചെയ്യാനും. ഇതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ദുബായിലാണെങ്കിൽ നിങ്ങൾ എന്നാണ് ഫസ്റ്റ് വന്നതെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ.